നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ടല്ലേ, എൻ്റെ കയ്യിലിരിക്കുന്നത് iPhone 17 Pro Max ആണ്. ഇത് എങ്ങനെ ഞാൻ കുറഞ്ഞ നിരക്കിൽ സ്വന്തമാക്കി എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പലരും ഐഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്, പക്ഷേ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടോ അതല്ലെങ്കിൽ വലിയൊരു EMI മാസം അടച്ചു തീർക്കാൻ സാധിക്കാത്തത് കൊണ്ടോ വാങ്ങാൻ മടിക്കുന്ന പല ആളുകളുമുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ പകുതി വിലയോളം സേവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ ബ്രാൻഡ് ന്യൂ ഐഫോൺ, സെക്കൻഡ് ഹാൻഡ് അല്ല, ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐഫോണുകൾ സ്വന്തമാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു മെത്തേഡാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ആഗ്രഹിക്കുന്നവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഏറ്റവും മണി ബാക്ക് വാല്യൂ ആയ രീതിയിൽ ഒരു ഐഫോൺ സ്വന്തമാക്കുന്നതെന്ന്. ഞാൻ വെറും 4350 രൂപ മാസം അടച്ചുകൊണ്ടാണ് വാങ്ങുന്നത്. അതും ഒരു രൂപ പോലും പലിശയില്ലാതെ, ഒരു പൈസ പോലും പലിശയില്ലാതെ വെറും 4350 രൂപ അല്ലെങ്കിൽ 4400 രൂപയ്ക്കുള്ളിൽ മാസത്തിൽ അടച്ചുകൊണ്ട് വാങ്ങിയൊരു ഫോണാണ്. ഇതുപോലെ നിങ്ങൾക്കും വാങ്ങാൻ സാധിക്കും. അതുമാത്രമല്ല, ഇതിൻ്റെ സ്കീമിന് വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മാസത്തേക്കാണ് നോ കോസ്റ്റ് EMIയിൽ നിങ്ങൾക്ക് ഇതിനെ വാങ്ങിക്കാൻ സാധിക്കും. ആപ്പിളിൻ്റെ iPhone for Life എന്നുള്ളൊരു സ്കീമിലാണ് ഞാനിതിനെ വാങ്ങിയത്. അഥവാ നിങ്ങൾ ഫോണിൻ്റെ 75% മാത്രം അടച്ചാൽ മതി 24 മാസത്തേക്ക് നോ കോസ്റ്റ് EMIയിൽ. ബാക്കിയുള്ള തുക 25ാമത്തെ മാസം മൊത്തമായി നിങ്ങൾക്ക് അടക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് മൊത്തമായിട്ട് അടക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ബാങ്കിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെയും തവണയായി അടക്കുന്ന രീതിയിൽ അടക്കാൻ സാധിക്കും. പക്ഷേ അതിന് ബാങ്ക് പറയുന്ന കണ്ടീഷനുകൾ കൃത്യമായി ഫോളോ ചെയ്യണമെന്ന് മാത്രം. ഞാനിപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ മുഴുവനായിട്ടുള്ള ഫീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അഥവാ നിങ്ങൾ ഒരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്കീം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ 24 മാസത്തേക്ക് നോ കോസ്റ്റ് EMI ആണ്. നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ പോലും അല്ലെങ്കിൽ ഒരു പൈസ പോലും നിങ്ങൾ പലിശയായി നൽകേണ്ടതില്ല. iPhone 15 മുതൽ ഇതുവരെയുള്ള റിലീസായിട്ടുള്ള എല്ലാ ഫോണുകളും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഇനി മുൻപോട്ട് റിലീസാവുന്നതിലേക്കും നിങ്ങൾക്ക് വാങ്ങാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു ലിമിറ്റഡ് ഓഫറായിട്ടാണ് 2023 ഇത് തുടങ്ങിയത് എങ്കിലും ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ഇത് നിലനിന്ന് പോകുന്നുണ്ട്. മുൻപോട്ടും അങ്ങനെ പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 75% മാത്രമാണ് നിങ്ങൾ തവണയായി അടയ്ക്കേണ്ടത്. സാധാരണ നിങ്ങൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ വാഹനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട്, അഥവാ ആദ്യം ഒരു 50,000 കൊടുത്തോ അല്ലെങ്കിൽ 25,000 കൊടുത്തോ ബാക്കിയുള്ളവ തവണയായിട്ട് ലഭിക്കാറുണ്ട്. അതും കോസ്റ്റ് EMIയിലായിരിക്കും, 16% പലിശ അടച്ചുകൊണ്ടായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റാണ്. അപ്ഗ്രേഡ് രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ രീതിയിൽ ഡൗൺ പേയ്മെൻ്റ് അല്ല, അപ്പ് പേയ്മെൻറ്റ് രീതിയിലാണ്. 25ാമത്തെ മാസം ബാക്കി വരുന്ന തുക 25% എത്രയാണോ വരുന്നത്, ഫോണിൻ്റെ മുഴുവൻ വിലയിൽ നിന്ന് 25% ബാക്കി അടയ്ക്കേണ്ടി വരിക. അത് 25ാമത്തെ മാസം നിങ്ങൾക്ക് പൂർണ്ണമായി അടച്ചാൽ മതിയാവും, അഥവാ 2 വർഷത്തിന് ശേഷം. ഇനി നിങ്ങൾക്കത് ഈ ഒരു ഫോണിനെ മടുത്തു, പുതിയൊരു ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ഒരു ഫീച്ചറിലൂടെ തന്നെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് 25% ആ ബാക്കി വരുന്ന തുക അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സ്വന്തമാക്കാം. അതുമല്ലെങ്കിൽ ഈ ഫോണിനെ നിങ്ങൾക്ക് യാതൊരു കേടുപാടും പറ്റാത്ത രീതിയിൽ തിരിച്ചു നൽകി കഴിഞ്ഞാൽ പുതിയ ആ സമയത്ത് നിങ്ങൾക്ക് ഏത് ഫോണാണ് എടുക്കേണ്ടത് ആ ഫോണും നിങ്ങൾക്ക് പുതിയതായി എടുക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയും. ഇനി അങ്ങനെ വേണ്ട, എനിക്ക് ഇതേ ഫോൺ തന്നെ നിലനിർത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ബാക്കി വരുന്ന തുക എത്രയാണോ അത് 25ാമത്തെ മാസം പൂർണ്ണമായി അടയ്ക്കുക. അതല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനകത്തൊക്കെ നിങ്ങൾക്ക് അതിന് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ മറ്റു രീതിയിൽ EMIയിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വളരെ സിമ്പിളാണ്. 10,000 15,000 മാസം അടയ്ക്കേണ്ടതില്ല. 4,000 5,000 ഉള്ളിലൊക്കെ അടയ്ക്കും. അതുമാത്രവുമല്ല, കാർഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതെല്ലാം ഓഫറുകളുണ്ടോ അതേ ഓഫറുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ഇത് നിങ്ങൾക്ക് എങ്ങനെ വാങ്ങാം എന്നുകൂടി വലിയൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ICICIയുടെ കാർഡ് ഉണ്ടാവണം. കാർഡ് ഇല്ലാത്തവരാണ് നിങ്ങൾ എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം. വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. കിട്ടിയാൽ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇനി അതുപോലെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ ICICIയുടെ തന്നെ ഡെബിറ്റ് കാർഡ് EMI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും ആ ഒരു ഡെബിറ്റ് കാർഡ് EMIയുടെ ബെനിഫിറ്റ് ഉപയോഗിച്ചുകൊണ്ടും ഈ ഒരു സ്കീം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അത് രണ്ടും ഇല്ല,
എന്നുള്ളതാണ് എങ്കിൽ മറ്റൊരു ഓപ്ഷനാണ് ഓൺലൈനായിട്ട് വാങ്ങാൻ സാധിക്കുന്നത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബൈറ്റ് പേ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് എത്രമാത്രം വിശ്വസനീയമാണ് എന്നുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല. നിങ്ങൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനുകളും അതിലുള്ള കോൺടാക്റ്റ് ഡീറ്റെയിലുകളൊക്കെ പരിശോധിച്ച് അവരുമായി കോൺടാക്റ്റ് ചെയ്ത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ICICIയുടെ കാർഡില്ല എങ്കിലും അതിൽ അവർ തന്നെ അത് EMI ആയി കൺവേർട്ട് ചെയ്ത് ഈ ഒരു ആപ്പിൾ ഫോർ ലൈഫ് എന്നുള്ള ആ ഒരു പദ്ധതി അതിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കതിനെ കൃത്യമായി അന്വേഷിച്ച് വിശ്വസനീയമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ വാങ്ങാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ICICI ബാങ്കിൻ്റെ iPhone ഫോർ ലൈഫ് എന്നുള്ള സ്കീം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കാർഡ് ഉണ്ടാവണം. ഇനി നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ അവരുടെ കാർഡിലും നിങ്ങൾക്ക് വാങ്ങാം. ഇത് വാങ്ങണമെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയില്ല. ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമുകൾ ഏതൊക്കെയുണ്ടോ അവിടെയൊക്കെ ചെന്ന് നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്കീം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. ഇതിൽ മൈജി, അതുപോലെ റിലയൻസ് ഡിജിറ്റൽ, iPlanet പോലെയുള്ള, ഇമാജിൻ പോലെയുള്ള അങ്ങനെയുള്ള നിരവധി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലേഴ്സ് ഉണ്ട്. അവരെയൊക്കെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡീലേഴ്സിനെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി അങ്ങനെയുള്ള ഡീലേഴ്സിനെ നിങ്ങൾക്ക് കണ്ടെത്താനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. നിങ്ങൾക്ക് നിയർ ബൈ ആയിട്ടുള്ള ഏത് ഡീലേഴ്സാണോ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് പരിശോധിക്കുകയും ചെയ്യാം. അതിൽ കാണിക്കാത്തത് ചിലപ്പോൾ റിലയൻസ് ഡിജിറ്റൽ അതുപോലെ മൈജി പോലെയുള്ള അതിൽ കാണിക്കാറില്ല. അങ്ങനെയുണ്ട് എങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൈജിയിലോ അല്ലെങ്കിൽ റിലയൻസിലോ അതല്ലെങ്കിൽ പൂർവിക അങ്ങനെയുള്ള ഏതെങ്കിലും ഷോപ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള iPhone ഫോർ ലൈഫ് എന്നുള്ള സ്കീമുണ്ടോ, അല്ലെങ്കിൽ ICICI കാർഡിൻ്റെ 24 മാസത്തേക്കുള്ള നോ കോസ്റ്റ് EMI നൽകുന്ന ആ ഒരു സ്കീം ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അതിന് കൃത്യമായിട്ട് അവരോട് ചോദിച്ച് എങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങിക്കാം. ഞാൻ ഒരുപാട് തവണയായി iPhone XR നിന്നാണ് ഞാൻ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കാലമായി ഞാൻ ഇങ്ങനെ ഒരു സ്കീമിന് വേണ്ടി കാത്തിരുന്നതാണ്. ആദ്യമേ അറിയാമായിരുന്നു, പക്ഷേ മറ്റുള്ള EMIകളും റണ്ണിങ്ങൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് കയറിയത് ഇപ്പോൾ ഒന്ന് വാങ്ങിയതാണ്. മറ്റൊരു EMI അവിടെ ക്ലോസ് ആയി, അപ്പോൾ പുതിയതൊന്ന് തുടങ്ങാമെന്നുള്ള രീതിയിൽ വാങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ എന്നെപ്പോലെ കാത്തിരിക്കുന്നവരുണ്ട് എങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഇങ്ങനെയൊരു സ്കീമിനെ കുറിച്ച് അറിയില്ല, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നാലും ഏതെങ്കിലും രീതിയിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് നമ്പർ ലഭിക്കും, അതിലൂടെയും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. എന്തായാലും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം, പീസ്.